ഓക്കെ 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 അപ്പൊ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മള് ഡിഗ്രി ലെവല് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് നമ്പേഴ്സ് ആൻഡ് ബേസിക് കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ തീർന്നു ഏകദേശം. അപ്പൊ അതിൽ നമ്മള് എല്ലാ നമ്പേഴ്സും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞത് നമ്പേഴ്സ് പഠിക്കാനുള്ളത് പ്രത്യേകം വേറെ വേറെ ടോപ്പിക്കായിട്ട് പഠിക്കും. അപ്പൊ അതിൽ ഉൾപ്പെടാത്തതും നമ്മൾ പിന്നെ പ്രത്യേകം പഠിക്കും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് ഫുള്ളെല്ലാം മലയാളത്തിൽ പറയണോ, നോട്ട്സ് മലയാളത്തിൽ പറയണോ, ഇംഗ്ലീഷിൽ പറയണോ? നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ PSC യുടെ രീതി വെച്ചിട്ട് മലയാളത്തില് നിങ്ങൾ മലയാളം നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഇംഗ്ലീഷിന്റെ നേരെ തർജ്ജമയാണ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിക്കുന്നത്. പല ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് മലയാളത്തിൽ നോക്കിയാൽ കിട്ടത്തില്ല, അതിന്റെ തന്നെ ഇംഗ്ലീഷ് നോക്കിയാലേ നമുക്ക് കിട്ടും, അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയാം, സൈഡിൽ കൂടെ നമുക്ക് അതിന്റെ മലയാളവും പറഞ്ഞു പോവാം. ഓക്കെ 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 അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമല്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമല് പിന്നെ ഏറ്റവും ബേസ് തൊട്ട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം ആദ്യമായിട്ട് വരുന്നവർ കാണുമല്ലോ, ഇതുവരെ ഇത് പഠിച്ചിട്ടില്ലാത്തവരും കാണുമല്ലോ, എല്ലാ ടൈപ്പ് ആൾക്കാരും കാണുമല്ലോ, നല്ലപോലെ അറിയാവുന്നവരും തീരെ അറിയാത്തവരും എല്ലാം കാണുമല്ലോ. അതുകൊണ്ട് ബേസ് തൊട്ട് പറയുകയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തൊട്ട് ഏറ്റവും നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടില്ലാത്തതും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള അത്ര ബേസ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷൻ അത് നമുക്ക് ഫ്രാക്ഷനിൽ തന്നെ തുടങ്ങാം. എന്താണ് ഫ്രാക്ഷൻ? എന്താണ് ഫ്രാക്ഷൻ? നമ്മൾ റാഷണൽ നമ്പർ പഠിച്ചായിരുന്നല്ലേ, ഏകദേശം അതുമായിട്ടൊക്കെ ഒരു സാമ്യമുള്ള സാധനമാണ് ഈ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ നമ്മൾ റാഷണൽ നമ്പേഴ്സ് ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് പറഞ്ഞായിരുന്നു, അതുമായിട്ടൊക്കെ ഏകദേശം സാമ്യമുള്ള ഒരു സംഭവമാണ് ഈ ഫ്രാക്ഷൻ. എന്താണ് ഫ്രാക്ഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, വലിയ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. മൂന്നക്ഷരത്തിൽ ഒതുക്കാമല്ലോ, 3-4 അക്ഷരത്തിൽ ടൈപ്പിങ്ങിൽ ഒതുക്കാം എന്താണ് ഫ്രാക്ഷൻ എന്നുള്ളത്. എന്താണ് ഫ്രാക്ഷൻ? ഓക്കെ, ഞാൻ തന്നെ പറയാം. യെസ്, P/Q ഫോം. P/Q ഫോം, യെസ്, P/Q ഫോം അല്ലെ, ഭിന്നകം, ഭിന്നസംഖ്യ. P/Q ഫോം, Q നോട്ട് ഈക്വൽ ടു 0, Q നോട്ട് ഈക്വൽ ടു 0. P/Q ഫോം where Q നോട്ട് ഈക്വൽ ടു 0. വേറെന്തെങ്കിലും കണ്ടീഷൻ? വേറെ P ആൻഡ് Q ആർ, Pയും Qയും എങ്ങനെയുള്ള സംഖ്യകളായിരിക്കണം? Pയും Qയും ഇന്റിജേഴ്സ്. ആ ഇന്റിജേഴ്സ് ഒന്ന് പഠിച്ചത് എവിടാണെന്ന് അറിയാമോ? ഇന്റിജേഴ്സ് നമ്മൾ പഠിച്ചത് റാഷണൽ നമ്പേഴ്സിലാണ്. ഇന്റിജേഴ്സ് എന്ന് പഠിച്ചത് റാഷണൽ നമ്പേഴ്സിലാണ്, റാഷണൽ നമ്പേഴ്സിൽ. അതാ ഞാൻ പറഞ്ഞത് അതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. ഇന്റിജേഴ്സ് വേറെ P ആൻഡ് Q ആർ ഇന്റിജേഴ്സ് എന്ന് പഠിച്ചത് റാഷണൽ നമ്പേഴ്സിലാണ്. റാഷണൽ നമ്പേഴ്സ് പഠിക്കുമ്പോഴാണ് അവിടെ P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് വേർ P ആൻഡ് Q ആർ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിലാണ്. ഇത് റാഷണൽ അല്ല, ഇത് ഭിന്നകമാണ്, ഭിന്നസംഖ്യയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? പറഞ്ഞോ. നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ. ഓക്കെ ഓക്കെ നാച്ചുറൽ നമ്പർ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി, യെസ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ടാ വരുന്നത്. 1, 2, 3, 4 ആ 1 തൊട്ടാണ് വരുന്നത്. അപ്പൊ 0യും കൂടെ വരണം, കാരണം താഴെ 0 വന്നുകൂടാന്നേ ഉള്ളു. ഓക്കെ, താഴെ 0 വന്നുകൂടാന്നേ ഉള്ളു, മുകളിൽ 0 വരാം.
മനസ്സിലായില്ലേ? 1/0 എന്ന് വന്നുകൂടാന്നേ ഉള്ളു. 0/1 എന്ന് വരാം. ഓക്കെ, അപ്പൊ സീറോയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഫ്രാക്ഷൻ എന്ന്. ഫ്രാക്ഷൻ ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞ യെസ്, റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല സാർ, കണക്റ്റിംഗ് കാണിക്കുന്നത്. അത് കണക്ട് ആവട്ടെ, നീതു കണക്ട് ആവട്ടെ. എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടല്ലോ, സേവ്ഡ് വീഡിയോ ഉണ്ട്, കുഴപ്പമില്ല, നോട്ട്സ് എല്ലാം ഉണ്ട്. കണക്ട് ആവട്ടെ, വെയിറ്റ് ചെയ്യും. കണക്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. കണക്ട് ചെയ്തോണ്ടിരിക്കും, കണക്ട് ആവും. ഫ്ലൈറ്റ് മോഡൊക്കെ ഓൺ ആക്കിയിട്ട് മാറ്റി തിരിഞ്ഞൊക്കെ നോക്ക്, കണക്ട് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. പിന്നെ ഓക്കെ, എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഫ്രാക്ഷൻ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേക്കാണ്. നമ്മുടെ വീട്ടിലെ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമല്ലോ. ഇപ്പം ബർത്ത്ഡേ ഏത് ആഘോഷത്തിനും ഇപ്പൊ കേക്ക് ഉണ്ട് അല്ലേ? പണ്ടത്തെ പോലല്ല, ഏത് ഫംഗ്ഷനും കേക്ക് മുറി മസ്റ്റ് ആണ്. ഇപ്പൊ കേക്ക് മുറിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ ഒരു കണക്കില് നമ്മളത് കണക്ട് ആക്കും. അപ്പൊ ഞാൻ തൽക്കാലം ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഇത് ഞാനും കഴിക്കുകയാണ്. ഇത് അരന്റെ പോർഷനാണ്, ഇത് എന്റെ പോർഷനാണ്. ഈ ഒരു പോർഷൻ ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് കിട്ടും. നമുക്കൊരു കൊച്ചുകുട്ടിയെടുത്ത് പോലും പറയാൻ പറ്റുന്ന, ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടത്ത് പോലും, ആ കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ കേക്ക് 2 കഷ്ണമായിട്ട് മുറിച്ചു. ആ 2 കഷ്ണത്തിൽ എനിക്ക് കിട്ടുന്നത് എത്ര പോർഷനാണ്? ഈ കേക്ക് 2ആയിട്ട് മുറിച്ചതിൽ എനിക്ക് കിട്ടുന്ന, അരുണിന് കിട്ടുന്നത് എത്ര പോർഷനാണ്? എത്ര കേക്കാണ് അരുണിന് കിട്ടുന്നത്? യെസ്, എത്ര കേക്കാണ്? യെസ്, 1/2 അല്ലേ? യെസ്, 1/2. അരുണ് കിട്ടുന്നത് 1/2 ആണ്. കിട്ടുന്നത് 1/2 ആണ്. അതായത് ഒരു കേക്ക് 2ആയിട്ട് മുറിച്ചതിൽ ആ 2 കഷണത്തിൽ ഒരു കഷ്ണം, 2 കഷണത്തിൽ ഒരു കഷ്ണം അല്ലേ? 2 കഷണത്തിൽ ഒരു കഷ്ണം, അതാണ് എനിക്ക് കിട്ടിയത്. 2 കഷണത്തിൽ ഒരു കഷ്ണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസ് ആക്കി പറഞ്ഞാൽ, ഫ്രാക്ഷൻ ഈസ് പാർട്ട് ഓഫ് എ ഹോൾ. എ ഫ്രാക്ഷൻ ഈസ് പാർട്ട് ഓഫ് എ ഹോൾ. അതാണ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം: എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. ഒരു ഹോൾ, ഒരു മൊത്തമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം, ഒരു പോർഷൻ, അതിനെയാണെന്ന് പറയുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: ഫ്രാക്ഷൻ ഈസ് ഏത് ഫോം? എനി നമ്പർ ഓഫ് ദ ഫോം, എ നമ്പർ ഓഫ് ദ ഫോം, എ നമ്പർ ഓഫ് ദി ഫോം എ ബൈ ബി ഫോമിൽ എഴുതുന്ന നമ്പർ, അവിടെ ബി നോട്ട് ഈക്വൽ ടു 0. അത് മാത്രമല്ല, എ ആൻഡ് ബി ആർ ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രാക്ഷൻ. അപ്പൊ ഫ്രാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം. ആദ്യത്തേത് നമുക്ക് പറയാം, എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ എന്ന് പറയാം. എ പാർട്ട് ഓഫ് എ ഹോൾ എന്ന് പറയാം. ഇനി അതല്ലാതെ വേറൊരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എ നമ്പർ ഓഫ് ദി ഫോം എ ബൈ ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എ ആൻഡ് ബി ആർ ഹോൾ നമ്പേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രാക്ഷൻ. അപ്പൊ ഭിന്നസംഖ്യ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബൈ ബി രൂപത്തിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യയെ നമുക്ക് എന്ത് പറയാം? ഒരു ഭിന്നസംഖ്യ എന്ന് പറയാം. എ ബൈ ബി രൂപത്തിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യയെയും നമുക്കൊരു ഭിന്നസംഖ്യ എന്ന് വിളിക്കാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ ബി, എ ബൈ ബിയിൽ ബി എന്തായിരിക്കരുത്? ബി ഒരിക്കലും 0 ആകരുത്. അതുകൂടാതെ എയും ബിയും എന്താണ്? എയും ബിയും ഹോൾ നമ്പേഴ്സ് ആണ്, അഖണ്ഡ സംഖ്യകളാണ്. ഓക്കെ, ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ? ഒരു ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ. A fraction is a number of the form a by b where b not equal to 0 and where a and b are whole numbers. ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ? ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ. ഓക്കെ ആണോ?
ഇനി ഫ്രാക്ഷനിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് പറയാം. ഒരു ഫ്രാക്ഷൻ നമ്മൾ എ ബൈ ബി എന്ന് പറഞ്ഞു. ഒരു ഫ്രാക്ഷൻ എ ബൈ ബി എന്ന് പറഞ്ഞു. ആ എ ബൈ ബി എൽ എ എന്ന് പറയുന്നത് മുകളിൽ വരുന്നതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നു. മുകളിൽ വരുന്നതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നു. ന്യൂമറേറ്റർ മലയാളത്തിൽ അംശം എന്ന് പറയും. താഴെ വരുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നു. ഛേദം എന്ന് പറയും. അപ്പൊ മുകളിൽ വരുന്നത് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ, താഴെ വരുന്നത് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. അപ്പൊ ഇതാണ് ഫ്രാക്ഷന്റെ ഒരു രൂപങ്ങൾ. ഓക്കെ, ഫ്രാക്ഷനെ ഒരു ജീവിയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും പറയും, താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഫ്രാക്ഷൻ എക്സാമ്പിളുകൾ എഴുതാം, ഉദാഹരണങ്ങൾ എഴുതാം. ഫ്രാക്ഷന്റെ എക്സാമ്പിൾ 1/2, 3/4, 7/6, 2/5. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതെല്ലാം ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്. ഇവയെല്ലാം ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്. ഉദാഹരണങ്ങളാണ്. അപ്പൊ അതാണ് ഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? ഫ്രാക്ഷൻ എല്ലാം ഓക്കെ ആണല്ലോ? ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുന്നത്? ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ എന്ന് പറയണം. പിന്നെ ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ഓഫ് ദി ഫോം എ ബൈ ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് വേർ എ ആൻഡ് ബി ആർ ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഇത്രയാണ് ഫ്രാക്ഷൻ എന്താന്ന് വെച്ചാൽ പറയേണ്ടത്. പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു ഫ്രാക്ഷന് രണ്ട് ഭാഗങ്ങളുണ്ട്. മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. പിന്നീട് നമ്മൾ എഴുതിയത് ഫ്രാക്ഷന്റെ ഉദാഹരണങ്ങളാണ്. 1/2, 3/4, 7/6, 2/5. ഇവയെല്ലാം ഭിന്നസംഖ്യക്ക് ഉദാഹരണങ്ങളാണ്. ഇത്രയാണ് പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഫ്രാക്ഷൻസ്. പല തരത്തിലുള്ള ഫ്രാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ഫ്രാക്ഷൻസ് പറഞ്ഞേ. പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, ലൈക്ക്, യൂണിറ്റ് ഒക്കെ മെടുക്കി. പ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, ഇക്വലന്റ് ഫ്രാക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, ലൈക്ക്, അൺലൈക്ക്, ഓക്കെ, ഇക്വലന്റ്. ഓക്കെ, പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്, ലൈക്ക്, അൺലൈക്ക്, യൂണിറ്റ് വന്നു, ഇക്വലന്റ് വന്നു. ഓക്കെ, മതി, ഇത്രയും മതി. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും തരത്തില് ഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും രീതിയിൽ നമ്മൾ പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ് എന്നേ പഠിച്ചിട്ടുള്ളൂ. അത്രയല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട്. നമുക്കത് എഴുതാം, ഏതൊക്കെയാന്ന് എഴുതാം. ഓക്കെ, ഓരോന്നും എന്തൊക്കെയാന്ന് നമുക്കൊന്ന് എഴുതാം. ആദ്യം ഒന്നാമത് പ്രോപ്പർ, പ്രോപ്പർ. രണ്ടാമത് ഇംപ്രോപ്പർ. മൂന്നാമത് മിക്സഡ്. ഇത് മൂന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് കൂടാതെ എക്സ്ട്രാ കുറച്ചുകൂടെ എഴുതാം, എക്സ്ട്രാ താപ്പിട്ട് എഴുതാം. നാലാമത് ലൈക്ക് ഫ്രാക്ഷൻ. അഞ്ചാമത് അൺലൈക്ക് ഫ്രാക്ഷൻ. ആറാമത് യൂണിറ്റ് ഫ്രാക്ഷൻ. ഏഴാമത് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ. അപ്പൊ ഇത്രയും ഫ്രാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്, ലൈക്ക്, അൺലൈക്ക്, യൂണിറ്റ് ഫ്രാക്ഷൻ, ഇക്വലന്റ് ഫ്രാക്ഷൻ. ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാമോ? ഓർഡറിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാമോ? ആദ്യം പ്രോപ്പർ പറയാം.
ആദ്യം പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും ആണോ? അല്ല, ഡിനോമിനേറ്റർ വലുത് അല്ലേ? ഡിനോമിനേറ്റർ. എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ എഴുതിയിട്ട് നമുക്ക് പറയാം. പ്രോപ്പറിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം, 1/2. എന്നിട്ട് നമുക്ക് പറയാം എന്താണ് പ്രോപ്പർ എന്ന്. ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ, അതായത് അംശത്തെക്കാൾ വലുതാണ് ഛേദം, അല്ലെ? അല്ലെങ്കിൽ ഛേദത്തെക്കാൾ ചെറുതാണ് അംശം. രണ്ട് രീതിയിലും പറയാം. അപ്പൊ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്രാക്ഷൻ, അതാണ് പ്രോപ്പർ. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ്. അവിടെ നമുക്ക് 1/2 2 കഷ്ണത്തിൽ ഒരു കഷ്ണം എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ 6 കഷ്ണത്തിൽ 7 കഷ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 7/6 ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം 6 ഒരു കേക്ക് 6 മുറിച്ചാൽ അതിൽ 7 കഷ്ണം എന്ന് നമ്മൾ പറയുമോ? പറയത്തില്ല. അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ ശരിക്കും പ്രോപ്പർ ആയിട്ട് നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഫ്രാക്ഷൻസ് ആണ്. അത് 1/2 അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. ഇനി അടുത്ത ഇംപ്രോപ്പർ എഴുതാം. ഇംപ്രോപ്പറിന് എക്സാമ്പിൾ എഴുതാം. 4/3. അപ്പൊ അവിടെ എഴുതി കഴിഞ്ഞാല് ഡിനോമിനേറ്റർ ലെസ് ദാൻ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെ കാട്ടിയും ചെറുതാണ്. ഓക്കെ, അതാണ് എന്തൊരു ഫ്രാക്ഷൻ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി അടുത്ത മിക്സഡ്. മിക്സഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ്, എക്സാമ്പിൾ കൂടെ എഴുതാം. എക്സാമ്പിൾ കുറച്ചുകൂടെ കിട്ടും. 1 and 1/2. 1 and 1/2. അപ്പൊ ഇവിടെ ഒരു നമ്പറും വരുന്നുണ്ട്, ഒരു ഹോൾ നമ്പറും വരുന്നുണ്ട്, പിന്നെന്തും വരുന്നുണ്ട്? ഒരു ഹോൾ നമ്പറും വരുന്നുണ്ട്, പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നില്ലേ? സം ഓഫ് എ ഹോൾ നമ്പർ, അല്ലെങ്കിൽ വേണ്ട, സം ഓഫ് എ നാച്ചുറൽ നമ്പർ ആൻഡ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഒരു നാച്ചുറൽ നമ്പറിന്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ സമ്മിനെയാണ് എന്ത് പറയുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത് എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ടും വരുന്നുണ്ട്, ഒരു നമ്പറും വരും, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ വരും. ഓക്കെ, ഇനി അടുത്ത ലൈക്കിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതാം. എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് ലൈക്ക് എന്ന്. ഞാൻ ആദ്യം 2 എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് ലൈക്ക് എന്ന്. 7/8, 5/8. ലൈക്ക് ഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ് 7/8, 5/8. ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് ലൈക്ക് എന്ന്. യെസ്, 7/8, 5/8. ലൈക്ക് ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ 7/8, 5/8. ഒരേ ഛേദം അല്ലെ? ഡിനോമിനേറ്റർ സെയിം. യെസ്, ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? ലൈക്ക് ഫ്രാക്ഷൻസ്. ഛേദം ഒരുപോലെ അല്ലെ? ഛേദം ഒരുപോലെ. ഇനി അൺലൈക്ക് പേര് തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ലൈക്ക് ഫ്രാക്ഷൻ ഛേദം ഒരുപോലെ വരുവാണെങ്കിൽ അൺലൈക്ക് എന്തായിരിക്കും? ഛേദം ഒരുപോലെ വരത്തില്ല. എക്സാമ്പിൾ 1/2, 3/5. 1/2 ഉം 3/5 ഛേദം ഒരുപോലെയല്ല. അപ്പൊ അത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഛേദം ഒരുപോലല്ല, അതാണ് എന്തൊരു ഫ്രാക്ഷൻ? അൺലൈക്ക് ഫ്രാക്ഷൻ. ഇനി യൂണിറ്റ് ഫ്രാക്ഷൻ. എന്താണ് യൂണിറ്റ് ഫ്രാക്ഷൻ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? 1 എന്നാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. അപ്പൊ പേര് പോലെ തന്നെ യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന, 1 ഡിനോമിനേറ്റർ അല്ല, 1 ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ പറയുന്ന പേരാണെന്ത്? യൂണിറ്റ് ഫ്രാക്ഷൻ. അതായത് 1 അംശമായി വരുന്ന ഭിന്നസംഖ്യ പറയുന്ന പേരാണെന്ത്? യൂണിറ്റ് ഫ്രാക്ഷൻ. എക്സാമ്പിൾ 1/2, 1/4, 1/5. ഡിനോമിനേറ്റർ 1, ന്യൂമറേറ്റർ 1 അല്ലെ?
ന്യൂമറേറ്റർ 1. അങ്ങനെയുള്ള ഫ്രാക്ഷനെ പറയുന്ന പേരാണെന്ത്? യൂണിറ്റ് ഫ്രാക്ഷൻ. അവസാനമായിട്ട് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ അതും പേരിൽ തന്നെ ഉണ്ട്. ഇക്വലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്ങിൽ തന്നെ ഉണ്ട്. എന്താണ് ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരേപോലുള്ള രണ്ട് ഫ്രാക്ഷൻസ്. അവ വെട്ടി ചെറുതായി കഴിഞ്ഞാൽ ഒരുപോലെ വരും. എക്സാമ്പിൾ ഇപ്പം 2/4, ഓക്കെ, 4/8. 2/4 ഉം 4/8. 2/4 ഈക്വൽ ഫ്രാക്ഷൻ അല്ല. ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യമായിട്ടുള്ള ഫ്രാക്ഷനാ. ഇത് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇപ്പൊ 2/4 ഉം 4/8. ഇതിനെ രണ്ടിനെയും വെട്ടി ചെറുതായി കഴിഞ്ഞാൽ 1/2 തന്നെ കിട്ടത്തില്ലേ? ഇതിനെ രണ്ടിനെയും വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/2 തന്നെ കിട്ടത്തില്ലേ? ഇല്ലേ? യെസ്, യെസ്. ഇതിനെ രണ്ടിനെയും വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/2 കിട്ടും. അതായത് ഈ 2/4 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ രണ്ടിടത്തും മുകളിലും താഴെയും ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 4/8 കിട്ടുന്നത്. 2/4 എന്ന് പറയുന്ന ഫ്രാക്ഷനെ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 4/8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻ പറയുന്ന പേരാണ്. ഇവ ഈക്വൽ ഫ്രാക്ഷൻ അല്ല. ഇത് രണ്ടും ഈക്വൽ ഫ്രാക്ഷൻ അല്ല. പിന്നെ എങ്ങനെയുള്ള ഫ്രാക്ഷനാ? ഇക്വലന്റ് ഫ്രാക്ഷനാ. ഒരുപോലെ തോന്നിക്കുന്ന ഫ്രാക്ഷൻസാ. ഓക്കെ, തുല്യമല്ല, തുല്യം പോലെ തോന്നിക്കും. തുല്യമായിരുന്നെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞതിന് ഇത് തുല്യമല്ല, തുല്യം പോലെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഫ്രാക്ഷൻസാ. അതുകൊണ്ട് അവയെ പറയുന്ന പേരാണത് ഇക്വലന്റ് ഫ്രാക്ഷൻസ്. ഇവയാണ് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഓക്കെ, വൺ ഫ്രാക്ഷൻ ഈസ് വെൻ one fraction is a product of other. ഒരെണ്ണം മറ്റേതിന്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് അതർ. One fraction is a multiple of other fraction. One fraction is a multiple of other. ഒരു ഫ്രാക്ഷന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അടുത്ത ഫ്രാക്ഷൻ. 2/4 എന്ന് പറയുന്ന ഫ്രാക്ഷനെ മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4/8 കിട്ടുന്നത്. അതായത് 2/4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്? 4/8. അപ്പൊ ഇത്രയാണ് പലതരം ഫ്രാക്ഷനുകൾ. ഒന്നുകൂടെ പറയാം. ആദ്യം പ്രോപ്പർ ഫ്രാക്ഷൻ പറയാം. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ഇതുപോലെ ഡിനോമിനേറ്റർ 9 വരുന്ന ഫ്രാക്ഷനോ 1/9, 2/9. അപ്പൊ 1/9നെയും 2/9നെയും നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. ഛേദം ഒരുപോലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, അതിന് നമുക്ക് ഡെസിമൽ ആയിട്ട് നമ്മളിപ്പോ മിക്സ് ചെയ്യുന്നില്ല. ഡെസിമലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. ഡെസിമലൂടെ പഠിക്കുന്ന സമയത്ത് പറയാം. റെക്കറിംഗ് ഡെസിമൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഡെസിമലുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ഡെസിമലുമായിട്ട് ഇപ്പോഴേ മിക്സ് ചെയ്യുന്നില്ല. അപ്പൊ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഫ്രാക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു പോവാം. ഡെസിമലൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടോടെ മിക്സ് ചെയ്ത് പറയാം. അപ്പം നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം. എന്താണ് പ്രോപ്പർ എന്ന് പറയാം. ആദ്യമായിട്ട് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഛേദം വലുതും അംശം ചെറുതുമായ ഭിന്നസംഖ്യ പറയുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെയും ഒരു പൂർണ്ണ സംഖ്യയുടെയും ഒരു സാധാരണ ഭിന്നത്തിന്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണ് എന്ത്? മിക്സഡ് ഫ്രാക്ഷൻ. ഇനി ഇതിന്റെയൊക്കെ മലയാളം എന്ന് പറയാം. പ്രോപ്പർ ഫ്രാക്ഷന്റെ മലയാളം സാധാരണ ഭിന്നം. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷന്റെ മലയാളം സാധാരണ ഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ മലയാളം വിഷമ ഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മിശ്ര ഭിന്നം. ഓക്കെ, അപ്പോൾ സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. ഓക്കെ, അത് മൂന്നും കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഛേദം ഒരുപോലെ വരുന്ന ഫ്രാക്ഷൻ. എക്സാമ്പിൾ 7/8, 5/8. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛേദം ഒരുപോലെ അല്ലാത്ത ഫ്രാക്ഷൻസ്. എക്സാമ്പിൾ 1/2, 3/5. പിന്നെ പഠിച്ചത് യൂണിറ്റ് ഫ്രാക്ഷൻ. എന്താണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംശമായിട്ട് അംശം ഒന്ന് വരുന്ന ഭിന്നസംഖ്യയെ പറയുന്ന പേരാണ് എന്ത്? യൂണിറ്റ് ഫ്രാക്ഷൻ. എക്സാമ്പിൾ 1/2, 1/4, 1/5. ഇവിടെ എല്ലാം മുകളിൽ എന്താണ് വന്നത്? അംശം എന്താണ് വന്നത്? ഒന്നാണ് വന്നത്. അംശം ഒന്ന് വരുന്ന ഭിന്നസംഖ്യയെ പറയുന്ന പേരാണെന്ത്? യൂണിറ്റ് ഫ്രാക്ഷൻ. പിന്നീട് നമ്മൾ പഠിച്ചത് ഇക്വലന്റ് ഫ്രാക്ഷൻ. എന്താണ് ഇക്വലന്റ് ഫ്രാക്ഷൻ? തുല്യമല്ല, എന്നാൽ തുല്യം പോലെ തോന്നിക്കുന്നത്. ഈക്വൽ അല്ല, ഇക്വലന്റ് ആണ്. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമാണ്. ഇത് ഈക്വൽ അല്ല, ഇക്വലന്റ് ആണ്, ഒരുപോലെ തോന്നിക്കും. ഇപ്പൊ 2/4, 4/8. അതിൽ 2/4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്? 4/8. ഓക്കെ, അപ്പൊ രണ്ടും വെട്ടി ചെറുതാക്കുമ്പോൾ ഒരുപോലെ കിട്ടും. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെയല്ല.
അപ്പൊ അങ്ങനെയുള്ള ഫ്രാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വലന്റ് ഫ്രാക്ഷൻ. അപ്പൊ ഇത്രയും ടൈപ്പ്, ഇതിൽ കൂടുതലൊക്കെ ഉണ്ട്, എന്നാലും ബേസിക് ആയിട്ട് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയാണ് ബേസിക് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്. ഓക്കെ ആണോ? ഇന്ന് പഠിപ്പിച്ചത് ഇതുവരെ ഓക്കെ ആണോ? എന്താണ് ഭിന്നസംഖ്യ, എത്ര തരത്തിലുണ്ട്, ഭിന്നസംഖ്യയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ ഓടിച്ചിട്ടൊന്ന് പറയാം, ഒന്നുകൂടെ പറയാം. എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ or any number of the form a by b where a and b are not equal to a and b are whole number and b not equal to 0. അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷന്റെ മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്, ലൈക്ക്, അൺലൈക്ക്, യൂണിറ്റ് ആൻഡ് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇത്രയാണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ക്ലിയർ? ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് നമുക്ക് ബാക്കി പഠിക്കാൻ വേണ്ടി സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ഫ്രാക്ഷൻ ഓൾവേസ്. ഓക്കെ. എ പ്രോപ്പർ ഫ്രാക്ഷൻ ഓൾവേസ് എന്തായിരിക്കും? ബാക്കി പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എ പ്രോപ്പർ ഫ്രാക്ഷൻ ഓൾവേസ് ലെസ് ദാൻ 1 അല്ലേ? യെസ്. എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1, ഒന്നിനെക്കാട്ടിയും ചെറുതായിരിക്കും. ഓക്കെ. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ 1/2 ഒന്നിനേക്കാൾ ചെറുതാണ്. 3/4 ഒന്നിനേക്കാൾ ചെറുതാണ്. 5/9 9/5 ഒന്നിനേക്കാൾ ചെറുതാണ്. 9/9 എന്ന് പറഞ്ഞാൽ അത് 1 ഇല്ലേ? 9/9 എന്ന് പറഞ്ഞാൽ 1. ഇത് 9/9 അല്ല, അതിലും കുറവാ. 9/5 അപ്പൊ 1 കുറവാണ്. മനസ്സിലായോ? 4/4 എന്ന് പറഞ്ഞാൽ അത് 1. 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലെ? ഇത് 4/3 അപ്പൊ 1 കുറവാണ് അല്ലെ? ഇനി 2/2 എന്ന് പറഞ്ഞാൽ 1. ഇത് 2/1 ഉള്ളൂ, അപ്പോൾ അതിലും കുറവാണ്. മനസ്സിലായോ? അതുപോലെ 11 എത്ര? 11 ഒരു 7 കൊടുക്കാം. 11 7. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഇംപ്രോപ്പർ ആണെങ്കിലോ? ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? എപ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഒരു വിഷമ ഭിന്നം എപ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. സാധാരണ ഭിന്നം എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. വിഷമ ഭിന്നം എപ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4/3, 7/5, 13/9. ഓക്കെ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒന്നിനേക്കാൾ 9/8, 9/8. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം ഒന്നിനേക്കാൾ വലുതാണ്. ഓക്കെ. ഇത്രയാണ് വ്യത്യാസം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. ഫ്രാക്ഷന്റെ ബേസിക് ഓപ്പറേഷൻസിലോട്ട് പോവാം. ഫ്രാക്ഷന്റെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും, അതിലോട്ട് പോവാം. നമുക്ക് ഭിന്നസംഖ്യയുടെ കൂട്ടലും കുറയ്ക്കലും അതിലോട്ട് പോവാം. ഭിന്നസംഖ്യയുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഏറ്റവും ബേസിക്. നമ്മൾ എന്ത് പഠിച്ചാലും, ഇനി ഏത് ടോപ്പിക്ക് പഠിച്ചാലും അതിനകത്തെല്ലാം ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. പിന്നെ പലിശ പഠിച്ചാലും ലാഭവും നഷ്ടം പഠിച്ചാലും സമയം ദൂരം വേഗത പഠിച്ചാലും എന്ത് പഠിച്ചാലും അതിനകത്തെല്ലാം ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഭിന്നസംഖ്യയുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും. ഇപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ തറവാണെങ്കിൽ മറ്റേ ബാക്കിയുള്ള ടോപ്പിക്കുകളും
ഇപ്പോഴോ സൗണ്ട് വന്നില്ലേ? സൗണ്ട് വന്നില്ലേ? വന്നല്ലോ. ഓക്കെ ആണല്ലോ. ആരാ ഇടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ. ഓക്കെ, യെസ്, ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നല്ലതുപോലെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകളും എളുപ്പമാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അത് പഠിക്കാം. അപ്പൊ ഭിന്നസംഖ്യയുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ആദ്യം നമുക്ക് കൂട്ടുന്നത് പഠിക്കാം, അഡിഷൻ പഠിക്കാം. ഭിന്നസംഖ്യയുടെ അഡിഷൻ പഠിക്കാം, നമുക്ക് കൂട്ടുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ സാധാരണ സംഖ്യ കൂട്ടുന്ന പോലല്ല ഭിന്നസംഖ്യ കൂട്ടുന്നത്, അല്ലേ? സാധാരണ സംഖ്യ കൂട്ടുമ്പോൾ നമ്മൾ ചിഹ്നം മാത്രം നോക്കിയാൽ മതി. സാധാരണ ഒരു സംഖ്യ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ചിഹ്നം മാത്രം നോക്കിയാൽ മതി. ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടും, വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ നമ്മൾ കുറയ്ക്കും. അതാണ് സാധാരണ ഒരു സംഖ്യ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഭിന്നസംഖ്യയിൽ അങ്ങനല്ല ചെയ്യുന്നത്. ഭിന്നസംഖ്യയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഭിന്നസംഖ്യയിൽ നമ്മൾ എന്ത് ഒരുപോലെയാണെങ്കിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ഭിന്നസംഖ്യയുടെ ഛേദം ഒരുപോലെയാണെങ്കിൽ നമുക്ക് ആ ഭിന്നസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഭിന്നസംഖ്യ കൂട്ടുന്നതിന്റെയും കുറയ്ക്കുന്നതിന്റെയും അടിസ്ഥാന നിയമം എന്താണ്? ഛേദം ഒരുപോലെയാകുക, ഡിനോമിനേറ്റർ സെയിം ആകുക. അപ്പൊ അതാണ് ഏറ്റവും ബേസിക്. ഇഫ് ടു fractions can be added or subtracted if their denominators are same. ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. അപ്പൊ ഒരു ഭിന്നസംഖ്യയുടെ ഛേദം ഒരുപോലെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ രണ്ട് ഭിന്നസംഖ്യകള് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഛേദം ഒരുപോലെയാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഛേദം ഒരുപോലെയാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. യെസ്, അതാണ് അതിന്റെ ഒരു ബേസിക് റൂള്. എക്സാമ്പിൾ ഛേദം ഒരുപോലെ 1/2 പ്ലസ് 5/2. രണ്ട് ഭിന്നസംഖ്യ ഛേദം ഒരുപോലെയാണല്ലോ. 1/2 പ്ലസ് 5/2 ഛേദം ഒരുപോലെയാണ്. രണ്ട് ഭിന്നസംഖ്യയുടെ 1/2 പ്ലസ് 5/2 ഇങ്ങനെയാണ് തമ്മിൽ കൂട്ടുന്നത്. തമ്മിൽ കൂട്ടാലോ നമുക്ക് 1/2 പ്ലസ് 5/2, അല്ലേ? എന്ത് കിട്ടും? 1/2 പ്ലസ് 5/2. 1/2 പ്ലസ് 5/2 എന്ത് ചെയ്താൽ മതി? ഛേദം ഒരുപോലെയാണെങ്കിൽ ആ ഛേദം അതുപോലെ തന്നെ എഴുതിയിട്ട്, ആ രണ്ട് അതുപോലെ തന്നെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഇവിടെ അംശങ്ങൾ എത്രയൊക്കെയാണ്? 5ഉം 1ഉമാണ്. 5ഉം 1ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 1ഉം 5ഉം കൂടെ കൂട്ടിയാൽ മതി. 1ഉം 5ഉം എത്ര കിട്ടും? 6 കിട്ടും. 6/2. ഓക്കെ, 6/2. അതിനെ നമുക്ക് 3 എഴുതാം. = 3. അപ്പൊ അതാണ് ഛേദം ഒരുപോലെ വന്നാൽ ഒരു ഭിന്നസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ്. കുറയ്ക്കുന്നതും ഇതുപോലെ തന്നെ സെയിം ആണ്. കുറയ്ക്കാനും ഇതുപോലെ തന്നെ സെയിം ആണ്. -4/9 -2/9. രണ്ട് ഭിന്നസംഖ്യ കുറയ്ക്കാൻ ചോദിച്ചിരിക്കുകയാണ്. 4/9 - 2/9. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഛേദം ഒരുപോലെയാണോ എന്നാണ് നോക്കേണ്ടത്. ഛേദം ഒരുപോലെയാണ്. രണ്ടിടത്തും ഛേദം 9 ആണ്, ഒരുപോലെയാണ്. അപ്പോൾ ആ ഛേദം അതുപോലെ തന്നെ എഴുതി, 9 അതുപോലെ തന്നെ എഴുതി. എന്ത് ചെയ്താൽ മതി? 4ഉം 2ഉം തമ്മിൽ കുറച്ചാൽ മതി. 4 - 2 എടുത്താൽ മതി. അപ്പൊ 4 - 2 എത്ര കിട്ടും? 4 - 2 2 കിട്ടും. 2/9 ആണ്. ഓക്കെ, അപ്പോൾ ഛേദം ഒരുപോലെയാണെങ്കിൽ ആ ഒരുപോലെയുള്ള ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഓക്കെ ആയോ? അപ്പോൾ ഛേദം ഒരുപോലെ ആണെങ്കിൽ ഭിന്നസംഖ്യ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആർക്കെങ്കിലും ഇനി ഒന്നുകൂടി പറയണോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ ഛേദം ഒരുപോലെയാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇനി ഛേദം ഒരുപോലെ അല്ലെങ്കിൽ
ഛേദം ഒരുപോലെ അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അത് നമുക്ക് നോക്കാം എന്താണ്. ഇനി ഛേദം ഒരുപോലെ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ അല്ലെങ്കിൽ ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപോലെ ആക്കിയിട്ട് വേണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ അതിനെന്ത് ചെയ്താൽ മതി? ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരുപോലെ ആക്കാൻ ഛേദങ്ങളുടെ LCM എടുത്താൽ മതി. ഒരുപോലെ ആക്കാൻ ഛേദങ്ങളുടെ LCM എടുത്താൽ മതി. അപ്പോൾ ഛേദം ഒരുപോലെ അല്ലെങ്കിൽ ഒരുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ. ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ രണ്ടാമത്, അതൊരു ഷോർട്ട് കട്ടാണ്. ഞാൻ ആദ്യം ബേസ് അങ്ങ് പറയാണ്, എങ്ങനെയാണ് ഇത് വരുന്നത്, ഷോർട്ട് മൾട്ടിപ്ലൈ ഒക്കെ വരുന്നതെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ വരിക എന്ന് പറയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ പറയാം. അവസാനം ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി എന്ന നിലയ്ക്ക് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ പറയാം. അപ്പൊ ഛേദം ഒരുപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഛേദം ഒരുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. അതിനെന്ത് ചെയ്യണം? ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ LCM എടുത്താൽ മതി. ഓക്കെ, അതെന്താണെന്നും കൂടെ പറയാം, എങ്ങനെയാണെന്നും കൂടെ പറയാം. വേറൊന്നിനു വേണ്ടിയല്ല, നമ്മൾ ആ ഒരു ബേസ് അറിഞ്ഞ, അടിസ്ഥാനം നല്ല രീതിയിൽ കെട്ടിപ്പോയി കഴിഞ്ഞാലേ നിങ്ങൾ മോളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു വീഴത്തില്ല. അതല്ല, നമ്മൾ അടിസ്ഥാനം ബലമില്ലാതെ ഇങ്ങനെ മേപ്പോട്ട് കെട്ടിപ്പോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഒരു 8-9 നിലയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ താഴെ വീഴും. അതുകൊണ്ട് നമുക്ക് ആ ബേസ് അങ്ങനെ തന്നെ പതുക്കെ കെട്ടിപ്പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിള് 1/9 പ്ലസ് 2/3. 1/9 പ്ലസ് 2/3 രണ്ട് ഭിന്നസംഖ്യയാണ്. ഇതിന്റെ ഛേദം ഒരുപോലെയാണോ? നോക്കിയേ, ഛേദം ഒരുപോലെയാണോ? അല്ല. ഛേദം ഒരുപോലെയാക്കാൻ എന്താണ് ഞാൻ പറഞ്ഞത്? ഛേദങ്ങളുടെ LCM എടുത്തിട്ട് ഒരുപോലെ ആക്കണം എന്നാ പറഞ്ഞത്. അതായത് ഇവിടെ ഒരിടത്ത് 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഒന്നുകിൽ 2 9 ആയിരിക്കണം, അല്ലെങ്കിൽ 2ഉം 3 ആയിരിക്കണം. ഒന്നുകിൽ ഇവിടെ 2 എടുത്ത് 9 വരണം, അല്ലെങ്കിൽ ഇവിടെ 2 എടുത്ത് 3 വരണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏതാ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3നെയും കൂടെ 9 ആക്കാനാണ് എളുപ്പം, അല്ലേ? 3നെയും കൂടെ 9 ആക്കാനാണ് എളുപ്പം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ 3ന്റെ 9ന്റെ LCM എടുക്കുക. എത്രയാണ് 3ന്റെ 9ന്റെ LCM? LCM ഓഫ് 3 and 9. 3ന്റെ 9ന്റെ LCM എത്രയാണ്? 3ന്റെ 9ന്റെ LCM യെസ് 9 അല്ലേ? 3ന്റെ 9ന്റെ LCM എത്രയാണ്? 9 ആണ് അല്ലേ? 3ന്റെ 9ന്റെ LCM എത്രയാണ്? 9 ആണ്. LCM 9 ആണ്. യെസ്, 3ന്റെ 9ന്റെ LCM എത്രയാണ്? 3ന്റെ 9ന്റെ LCM 9 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് രണ്ടിടത്തും നമുക്ക് എത്രയാക്കണം? രണ്ടിടത്തും നമുക്ക് 9 ആക്കണം. രണ്ടിടത്തും നമുക്ക് 9 ആക്കണം. ഇവിടെയും ഇവിടെ നമുക്ക് 9 ആക്കണം, ഇല്ലേ? ഇപ്പൊ ഇവിടെ 9 ആക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓൾറെഡി എത്രയാണ്? ഇവിടെ ഓൾറെഡി 9 ആണ്. ഇവിടെയും കൂടെ എത്ര ആക്കിയാൽ മതി? ഇവിടെ മാത്രം 9 ആക്കിയാൽ മതി. ഇവിടെ ഓൾറെഡി 9 ആണ്, ഇവിടെ മാത്രം 9 ആക്കിയാൽ മതി. അപ്പൊ ഇവിടെ 9 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3നെ 9 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 3നെ 9 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 3 കൊണ്ട് ഗുണിക്കണം, അല്ലെ? ഈ 3നെ 9 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഞാനൊരു 3 കൊണ്ട് ഗുണിച്ചു. 3നെ 9 ആക്കാൻ ഞാനൊരു 3 കൊണ്ട് ഗുണിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മളൊരു ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ, ഇതും കാണാൻ പഠിച്ചു വെച്ചോ, ഇതും ബൈഹാർട്ട് ആക്കിക്കോ. നമ്മളൊരു ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ എന്ത് ചെയ്താലും അത് അതുപോലെ തന്നെ എവിടെയും ചെയ്യണം? അംശത്തിലും ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ എന്ത് ചെയ്താലും അത് അതുപോലെ തന്നെ എവിടെയും ചെയ്യണം? അംശത്തിലും ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് താഴെ 3 കൊണ്ട് ഗുണിച്ചു, അതുകൊണ്ട് എവിടെ 3 കൊണ്ട് ഗുണിക്കണം? മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചു. ഇനി നോക്കിയേ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന്. 1/9 അങ്ങനെ തന്നെ എഴുതി, 1/9 അങ്ങനെ തന്നെ എഴുതി, പ്ലസ്
പ്ലസ് 2 into 3 എത്രയാണ്? 6 ആണ്. 2 into 3 6 ആണ്. 6/3 into 3 എത്രയാണ്? 9 ആണ്. 3 into 3 9 ആണ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ചെയ്ത ഒരുപോലെ ആയോ? ഇപ്പോൾ ചെയ്ത ഒരുപോലെ ആയോ? ആയല്ലോ, ചെയ്ത ഒരുപോലെ ആയല്ലോ. യെസ്, ഇപ്പോൾ ചെയ്ത ഒരുപോലെ. ഈ ചെയ്ത ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? LCM എടുത്തത്. ഓക്കെ, ഇപ്പൊ ചെയ്ത ഒരുപോലെ. ഇനി നമുക്ക് കൂട്ടാം. ഛേദം 9 ആണ് രണ്ടിടത്തും. ആ 9 അതുപോലെ തന്നെ എഴുതിയിട്ട് അംശം എത്രയൊക്കെയാണ്? 1ഉം 6ഉം അല്ലേ? 1 + 6 ഇല്ലേ? 1ഉം 6ഉം. 1 + 6 1ഉം 6ഉം എത്രയാണ്? 1ഉം 6ഉം 7 ആണ്. 7/9. 1 + 6 7. 7/9 അല്ലേ? 1ഉം 6ഉം എത്രയാണ്? 7. 1ഉം 6ഉം 7. 7/9. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഛേദം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നമുക്കറിയാം. ഛേദം ഒരുപോലെ വന്നില്ലെങ്കിൽ ഛേദം ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണമെന്നും നമുക്കറിയാം. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, ഫർസാനെ നല്ല ഡൗട്ട്. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? നമ്മൾ സെപ്പറേറ്റ് അതൊരു ടോപ്പിക്കായിട്ട് പഠിക്കും. എന്നാലും ഫർസാന ചോദിച്ചുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ചെയ്യാം. നല്ല ഡൗട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് വരുമ്പോൾ വരേണ്ട ഒരു ഡൗട്ടാണ്. 3ന്റെ 9ന്റെ LCM കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ പറയാം ഫർസാനെ. ജസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഞാനിപ്പോ പറയാം. 3ന്റെ 9ന്റെ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3ഉം 9ഉം ഇങ്ങനെ എഴുതുക. 3ഉം 9ഉം ഇങ്ങനെ എഴുതുക. ഇതുപോലൊരു ഡിവിഷന്റെ ഒരു വര ഇടുക. ഇനി ഇട്ടിട്ട് 3ലും 9ലും ഒരുപോലെ വരുന്ന സംഖ്യ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. 3നെയും 9നെയും ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ ഒരു സംഖ്യ ഉണ്ടല്ലോ. ഏതാണത്? 3 ആണല്ലോ. 3 കൊണ്ട് ഹരിക്കാലോ. 3നെയും 9നെയും 3 കൊണ്ട് ഹരിക്കാലോ, ഇല്ലേ? ഇനി 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. കഴിഞ്ഞല്ലോ. ഇനി പറ്റത്തില്ലല്ലോ. ഇനി ഇവിടുത്തെ 3നെ 1നെ ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ലല്ലോ. ഈ 3നെയും 1നെയും ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ സംഖ്യകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി അവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഈ ചെയ്യുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. നിർത്തി കഴിഞ്ഞിട്ട് ഇനി LCM എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ സൈഡിൽ വരുന്നതും ഈ താഴെ വരുന്നതും ഇതെല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും LCM. അതായത് ഈ 3 ഗുണം ഈ 1 ഗുണം ഈ 3, അതായത് 3 ഗുണം 1 3, 3 9. ഇങ്ങനെയാണ് ഫർസാനെ LCM കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പം അതും കഴിഞ്ഞു. ഇനി അപ്പൊ 2 രീതിയിൽ നമ്മൾ ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. 2 രീതിയിൽ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. ഇനി നമ്മൾ ദിവ്യ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പോകും. ഓക്കെ, ഇനി നമ്മൾ ദിവ്യ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പോകും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ. ഏതൊക്കെയാണ്? 1/3 പ്ലസ് 2/3 പ്ലസ് 1/9 പ്ലസ് 2/3 അല്ലേ? 2/3 1/9 പ്ലസ് 2/3. യെസ്, 1/9 പ്ലസ് 2/3. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നോക്കി വെച്ചു. ആദ്യം ഇങ്ങോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇങ്ങോട്ട് ചെയ്യുക. ആരോ നോക്കിക്കോണേ. ഫസ്റ്റ് ഇങ്ങോട്ട് ചെയ്യുക. ഇനി രണ്ടാമത് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് രണ്ടാമത് ഇങ്ങനെ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത് എങ്ങനെ ചെയ്യുക? മൂന്നാമത് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തു, സെക്കൻഡ് ഇങ്ങനെ ചെയ്തു, മൂന്നാമത് ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓർഡർ. മനസ്സിലായോ? ഫസ്റ്റ് ഇങ്ങനെ ചെയ്തു, സെക്കൻഡ് ഇങ്ങനെ ചെയ്തു, മൂന്നാമത് ഇങ്ങനെ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എയും ബിയും വെച്ച് പഠിക്കണ്ട. എയും ബിയും വെച്ചൊക്കെ പഠിക്കുന്നത് കൂടുതൽ നമുക്ക് വീണ്ടും ഓരോന്ന് കാണാൻ പഠിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ഇത് ചെയ്യുക, രണ്ടാമത് ഇത് ചെയ്യുക, മൂന്നാമത് ഇത് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഫസ്റ്റ് ഏതാ ചെയ്യണ്ടേ? ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്.
ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ 1 × 3. ഫസ്റ്റ് 1 × 3 ചെയ്യുക. ഓക്കെ, 1 × 3 ഫസ്റ്റ് ചെയ്യുക. 1 × 3 എത്ര? 1 × 3 എത്ര കിട്ടും? 3 കിട്ടും. യെസ്, 3 കിട്ടും. 3 കിട്ടും. ഇടയിലുള്ള പ്ലസ് ഇടുക. പ്ലസ് ഇട്ടു. രണ്ടാമത് എവിടുന്ന് എങ്ങോട്ടാ ചെയ്യണ്ടേ? രണ്ടാമത് ഇതാ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടാ ചെയ്യണ്ടേ അല്ലേ? രണ്ടാമത് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പൊ 2 × 9. 2 × 9 എത്ര കിട്ടും? 2 × 9 എത്ര കിട്ടും? 2 × 9 18 കിട്ടും അല്ലേ? 2 × 9 18 കിട്ടും. ഡിവൈഡഡ്. ഇനി താഴെ എങ്ങനെയാണ്? ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക. അതായത് 9 × 3. 9 × 3 എത്രയാണ്? 27. 9 × 3 27. അപ്പൊ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 18 3 21. 21/27 കിട്ടും. ഓക്കെ, 21/27 കിട്ടും. ഒരിക്കലും ഒരു ഭിന്നസംഖ്യ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. 21/27 എഴുതാൻ പറ്റത്തില്ല. എപ്പോഴും ഭിന്നസംഖ്യ ഏത് രീതിയിലാണോ എഴുതേണ്ടത്? ഏറ്റവും ചെറിയ ഫോമിൽ, ഷോർട്ടസ്റ്റ് ഫോർമാറ്റിൽ വേണം എപ്പോഴും ഒരു ഭിന്നസംഖ്യ എഴുതുക. ഏറ്റവും ചെറിയ രീതിയിൽ വെട്ടിക്കളയാനുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം എപ്പോഴും എന്തെഴുതാൻ? ഒരു ഭിന്നസംഖ്യ എഴുതാൻ. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ 21-നകത്ത് 3 എത്ര തവണ? 7 തവണ. 27-നകത്ത് എത്ര തവണ? 9 തവണ. ഫൈനൽ ആൻസർ എത്ര കിട്ടും? 7/9. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി 7/9. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഭിന്നസംഖ്യ 3 രീതിയിലും പഠിച്ചു. ഛേദം ഒരുപോലെയാണെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. ഛേദം ഒരുപോലെ അല്ലെങ്കിൽ ഒരുപോലെ ആക്കിയിട്ട് കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. പിന്നീട് മൂന്നാമത് പഠിച്ചു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. 3 രീതിയിലും പഠിച്ചു. ഓക്കെ ആണോ? ആർക്കെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടി പറയണോ? ഒരു ക്വസ്റ്റ്യൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തേ. 2 - 3/5. 2 - 3/5. 2 - 3/5. പെട്ടെന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 2 - 3/5. യെസ്, 2 വെച്ചല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറ്റൂ. യെസ്, 2. യെസ്, അതെ നവ്യ. യെസ്, നവ്യ കറക്റ്റ് ആണ്. 2 വെച്ചേ പറ്റൂ. ഇപ്പൊ ഇവിടെ 2 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ആക്കാമല്ലോ നമുക്ക്. 2 - 3/5. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാം? ഉത്തരം 7/5 അല്ലേ? 7/5. നവ്യ ചോദിച്ചതുപോലെ 2 അംശവും ഛേദം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അംശവും ഛേദവും വരുമ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ 2 അംശവും ഛേദവും ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 യെസ്, 2/1 ഇടാം നമുക്ക് അല്ലേ? അങ്ങനെ ഇടാം നമുക്ക്. 2 2/1 എന്ന് ഇടാം നമുക്ക്. 2 നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എഴുതാം. 2 നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എഴുതാം. ഇനി നമുക്ക് ചെയ്യാം. എങ്ങനെ നമ്മൾ പഠിച്ചേ? ഫസ്റ്റ് എവിടുന്ന് അങ്ങോട്ടാ ചെയ്യുന്നേ? ഫസ്റ്റ് 2 × 5 അല്ലേ? ഫസ്റ്റ് 2 × 5. 2 × 5 ആണ് ആദ്യം ചെയ്യുന്നത്. 2 × 5 എത്ര കിട്ടും? 10 കിട്ടും. 2 × 5 10 കിട്ടും. ഇടയിലുള്ള മൈനസ് ഇട്ടു. ഇനി അടുത്ത രണ്ടാമത് എങ്ങനെയാ ചെയ്യുന്നേ? 3 × 1. 3 × 1. 3 × 1 എത്ര കിട്ടും? 3 കിട്ടും. അതും എഴുതി. ഡിവൈഡഡ് ബൈ താഴെ 1 × 5. 1 × 5 എത്ര കിട്ടും? 5 കിട്ടും. മനസ്സിലായോ? ആദ്യം 2 × 5 ചെയ്തു, 10 കിട്ടി. പിന്നെ മൈനസ് ഇട്ടു. 3 × 1 ചെയ്തു. 3 × 1 എത്ര കിട്ടി? 3 കിട്ടി. ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടി? 1 × 5 ചെയ്ത് കഴിഞ്ഞാൽ 10 ന്ന് 3 പോയി കഴിഞ്ഞാൽ 7 കിട്ടും. 7/5. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി 7/5. സാർ ഞാൻ ഉദ്ദേശിച്ച 1/2 + 5/6 ഇങ്ങനെ വന്നാലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. നവ്യ, അങ്ങനെ വന്നു കഴിഞ്ഞാല് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പിന്നെ ആദ്യം 2 വെച്ച് ചെയ്യണം. ഏതെങ്കിലും 2 എടുത്ത് ചെയ്യണം. പിന്നെ ആ കിട്ടുന്നതിനെ അടുത്തമായിട്ട് ചെയ്യണം. അങ്ങനെ പറ്റും. അവിടെ LCM എടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കുറെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 1/2, 2/3, 4/5 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ LCM എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. മനസ്സിലായോ? നമ്മൾ ആദ്യമേ ഷോർട്ട് കട്ട് പഠിക്കാതെ കറക്റ്റ് ആ ഓർഡറിൽ പഠിച്ചുകൊണ്ടുള്ള ഗുണം മനസ്സിലായോ? ഞാൻ ഷോർട്ട് കട്ടാണ് പറഞ്ഞെങ്കിൽ ഈ ഒരു സംശയം ഇതുപോലെ കിടക്കും, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലായിടത്തും പറ്റത്തില്ല.
മനസ്സിലായി? എല്ലായിടവും പറ്റുന്ന മെത്തേഡ് ഏതാണ്? എല്ലായിടവും പറ്റുന്നത് LCM എടുക്കുന്നതാണ് എല്ലായിടവും ഒരുപോലെ പറ്റുന്നത്. ഓക്കെ ആണോ നവ്യെ? അപ്പൊ കുറെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 10ഓ 20ഓ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? LCM എടുത്ത് ചെയ്താൽ മതി. എല്ലായിടവും ഛേദത്തിന്റെ LCM എടുത്തിട്ട് ആ LCM ആക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. LCM ആക്കാൻ വേണ്ടി ഏതെങ്കിലും സംഖ്യ കൊണ്ട് നമുക്ക് ഗുണിക്കേണ്ടി വരും. അത് തന്നെ എവിടെയും ഗുണിക്കുക, അംശത്തിലും ഗുണിക്കുക. സാർ ഇങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയി നിർത്താൻ പറ്റില്ലല്ലോ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണ്ടേ? യെസ്, മിക്സഡ് ആക്കി എഴുതാം നമുക്ക്. നമ്മൾ ആൻസർ കീയിൽ നമുക്ക് 4 ഓപ്ഷൻ കാണുമല്ലോ. ആ ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. LCM വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, 7/5 7/5 നമ്മുടെ പിന്നെ ശരണ്യ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ മിക്സഡ് ആക്കി എഴുതാം 7/5. ഓക്കെ, അതുകൂടെ പറഞ്ഞേക്കാം എങ്ങനെയാണ് ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കി എഴുതുന്നതെന്ന് പറയാം. അത് പറഞ്ഞില്ല. ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇംപ്രോപ്പർ ടു മിക്സഡ്. ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഉദാഹരണത്തിന് 7/5 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ, ഇത് ഇംപ്രോപ്പർ ആണ്. ഇതിനെ എങ്ങനെയാണ് മിക്സഡ് ആക്കുന്നത് നമുക്ക് പറയാം. അതാണ്ട് ഇങ്ങനെ ഹരിക്കുക, 7/5 എന്ന് പറഞ്ഞ് ഹരിക്കുക. ഓക്കെ, 7/5 7/5 എന്ന് പറഞ്ഞ് ഹരിക്കുക. ഹരിക്കുമ്പോൾ 7-നകത്ത് 5 എത്ര തവണ അടങ്ങും? 7-നകത്ത് 5 ഒരു തവണ അടങ്ങും. 7-നകത്ത് 5 ഒരു തവണ, അതായത് 5 തന്നെ കിട്ടും അല്ലെ? 7-നകത്ത് 5 ഒരു തവണ എന്ന് പറഞ്ഞാൽ 5 തന്നെ കിട്ടും. ബൈ താഴെ എത്ര ഇടും? ബാക്കി 2 വരും അല്ലെ? ബാക്കി 2 വരും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് മിക്സഡ് ആക്കി എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. ഇസിക്കൽ ടു, ആദ്യം ഹരണഫലം എഴുതുക. ആദ്യം നമ്മൾ പഠിച്ചായിരുന്നല്ലോ കോഷ്യന്റ്, ഡിവിഡന്റ്, ഡിവൈസർ, റിമൈൻഡർ എല്ലാം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഹരണഫലം, ഹാര്യം, ഹാരകം, ശിഷ്ടം എല്ലാം പഠിച്ചായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ആദ്യം എന്ത് എഴുതുക? 1 ഹരണഫലം എടുത്ത് എഴുതുക. 1 എടുത്ത് എഴുതുക. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 2 ഉണ്ട്. എത്രയില് 2 ഉണ്ട്? 5-ല് 2 ഉണ്ട്. ബാക്കി 5-ല് 2. ഓക്കെ, അപ്പൊ 1-ഉം 5-ൽ 2. ഓക്കെ, 1 5-ൽ 2. അപ്പൊ 1-ഉം കിട്ടും, പിന്നെ 5-ൽ 2-ഉം കിട്ടും. ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്. 1 and 2/5. ഇതാണ് ഇതിന്റെ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഏത് ഫോം? മിക്സഡ് ഫോം. മനസ്സിലായോ? അപ്പോൾ ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതെല്ലാം ബേസ് ആണ്. ബേസ് നല്ലോണം പഠിക്കുക. ബേസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേപ്പോട്ട് ഇനി എത്ര പ്രയാസമുള്ള വന്നാലും പിന്നെ നിങ്ങൾക്ക് അതെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. ബേസ് നമ്മൾ പഠിക്കാതെ മേപ്പോട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? കണക്ക് പാടായിട്ട് തോന്നുന്നത്. ബേസ് ഓക്കെ ആണെങ്കിൽ എത്ര പാടുള്ള ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഓക്കെ ആണല്ലോ. ഭിന്നസംഖ്യ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഗുണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുണിക്കുന്നത് പറയാം. ഗുണിക്കുന്നത് പറയാം, മൾട്ടിപ്ലിക്കേഷൻ പറയാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പറയാം. മൾട്ടിപ്ലിക്കേഷൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ A/B ഒരു ഭിന്നസംഖ്യ, പിന്നെ B/C മറ്റൊരു, അല്ല C/D വേറൊരു ഭിന്നസംഖ്യ, A/Bയും C/Dയും. ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? 1 × 5 + 2/5. ഓക്കെ, 5 5 5 2 7. മിക്സഡ് ടു ഇംപ്രോപ്പർ. യെസ്, മിക്സഡ് ടു ഇംപ്രോപ്പർ അറിയാലോ. മിക്സഡ് ടു ഇംപ്രോപ്പർ അറിയാലോ, പറ്റുമല്ലോ. മിക്സഡ് ടു ഇംപ്രോപ്പർ ഓക്കെ ആണല്ലോ, അറിയാലോ. യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ ഭിന്നസംഖ്യ ഗുണിക്കുന്നത് എങ്ങനെയാന്ന് പറയാം. A/B ഒരു ഭിന്നസംഖ്യ, C/D മറ്റൊരു ഭിന്നസംഖ്യ. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ, അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ആദ്യം അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ താഴെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക.
എക്സാമ്പിൾ 1/2 ഇൻറ്റു 3/5. 1/2 ഇൻറ്റു 3/5 എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം 1 3 ഗുണിക്കുക, 1 ഗുണം 3 ഗുണിക്കുക, ഡിവൈഡഡ് ബൈ താഴെ 2 5 ഗുണിക്കുക, 2 ഗുണം 5 ഗുണിക്കുക. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 ഗുണം 3 3 കിട്ടും, ഡിവൈഡഡ് ബൈ താഴെ 2 ഗുണം 5 എത്ര കിട്ടും? 10 കിട്ടും. 3/10 3/10 3/10 കിട്ടി. 3/10. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റാണല്ലോ? ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 2/5 ഇതെങ്ങനെ ചെയ്യും? 2 ഇൻറ്റു 2/5 2 ഇൻറ്റു 2/5 എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു 2/5 2 ഗുണം 2/5 2 ഇൻറ്റു 2/5 അതെങ്ങനെ ചെയ്യും നമ്മള്? 2 ഇൻറ്റു 2/5 യെസ്, 2 ഇൻറ്റു 2/5 എങ്ങനെ ചെയ്യും? യെസ്. അപ്പൊ അതെങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, അംശങ്ങളുണ്ടോ? അംശങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അംശം ചെയ്തോന്ന് പറയാം, ഇവിടെ ഒറ്റ നമ്പറില്ല ഉള്ളു. നേരത്തെ നവ്യ ചോദിച്ച പോലെ 2 മാത്രമല്ല ഉള്ളു. ഇപ്പൊ എന്ത് ചെയ്യാ? ഈ 2നെ എങ്ങനെ എഴുതുക? 2നെ 2/1 അങ്ങ് എഴുതുക. 2നെ 2/1 എഴുതുക, ഇല്ലേ? 2നെ 2/1 എഴുതി. ഇനി ഗുണിക്കാമല്ലോ. ഇനി നോക്കിയാ 2 ഗുണം 2 4 കിട്ടും, 1 ഗുണം 5 5 കിട്ടും. അപ്പൊ ആൻസർ 4/5 കിട്ടി. ആൻസർ 4/5 കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. ഹരിക്കുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞാൽ തീരത്തില്ല. ഹരിക്കുന്നത് ഇച്ചിരി ഉണ്ട്. റെസിപ്രോക്കൽ എന്താണെന്നൊക്കെ പറയണം. റെസിപ്രോക്കൽ പറഞ്ഞിട്ട് വേണം ഹരിക്കുന്നത് എന്താണെന്ന് പറയാൻ. ഹരിക്കുന്നത് 2 3 മിനിറ്റ് കൊണ്ട് എന്തായാലും പറഞ്ഞാൽ തീരത്തില്ല. കുറച്ച് സമയം വേണം, ഒരു 5 6 മിനിറ്റ് എങ്കിലും വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഗുണിക്കുന്നവരെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് നാളെ അതിന്റെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. അപ്പൊ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസിന്റെ ഫീഡ്ബാക്ക്, സ്പീഡ് ഉണ്ടോ, സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറവാണോ, മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാവുന്നില്ലയോ, എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങളുടെ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.